ഹായ് സർ, ബിഷർ സാറല്ലേ കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത്? അതെ 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 യെസ്. ഓക്കെ സാർ ഇപ്പോൾ ഫ്രീ ആണോ? കുഴപ്പമില്ല, ബസ് വെയിറ്റ് ചെയ്യണം. ഓക്കെ സാർ, അതിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് കൂടുതൽ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് പോകണോ അല്ലെ ഏതെങ്കിലും ജോബ് ഓറിയൻറ്റഡ് ഷോർട്ട് കോഴ്സ് ചെയ്യണോ എന്നുള്ളത്. സാറിനൊരു ഒപ്പീനിയൻ പറയാം. ഇപ്പം പുതിയ കാലഘട്ടങ്ങളിൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് പോകുന്ന അങ്ങനെ പാറ്റേൺ ആയിരുന്നു. പുതിയ കാലഘട്ടങ്ങളിൽ ഒരാൾ ജോബ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഷോർട്ട് ടൈം കോഴ്സിന് പോകുന്നു, സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, ജോബിന് പോകുന്നു. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം നല്ല സ്കിൽഡായ ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. പുതിയ കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ളത് പഠിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. വെറുതെ ഒരു ഡിഗ്രി ചെയ്തുകൊണ്ട് ആൾക്കും പെട്ടെന്ന് ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കില്ലേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് കെയർ. ഇത് മൂന്നിൻ്റെയും പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞാൽ 20ഓളം മേഖലയിൽ തൊഴിലവസരങ്ങളുണ്ടാകും. ECA കോഴ്സിൻ്റെ പ്രത്യേകത പറയുന്നത് നമുക്കറിയാം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരുപാട് ആളുകളും എല്ലാ കമ്പനികളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞാലും ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥാപനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മലപ്പുറത്തുള്ള സ്കില്ലേജ് ആണ്. അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇനി ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് തീർച്ചയായും കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും സ്കില്ലേജിൽ വരാം, അപ്പോയിൻമെൻറ്റ് എടുക്കാം, കാര്യങ്ങൾ സംസാരിച്ച് ക്ലാരിറ്റിയോടുകൂടി പോകാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.